നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും നമുക്ക് ഇവിടുന്ന് ശമനം കിട്ടും. ആയതുകൊണ്ട് നമ്മൾ ദുആയിലേക്ക് കടക്കുക. അതിന്റെ മുമ്പ് ഒരു ദിക്ർ, ഫസ്റ്റ് ദിക്ർ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി കുല്ലിഹ മിൻ ശർരി മാ കുല്ലിഹ വേണം. ഹദ്ദാദിൽ കുല്ലിഹ ഇല്ല, ഇവിടെ കുല്ലിഹ കൂട്ടണം. ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅ ഇസ്മി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം 3 പ്രാവശ്യം സുബഹിന്റെ ശേഷവും മഗ്രിബിന്റെ ശേഷവും. സഹോദരിമാര് നിസ്കാരം പറ്റാത്ത സമയത്തും ചെല്ലുന്നത് കൊണ്ട് വിരോധമില്ല. പിന്നെ അടുത്തത് മൂത്ര സംബന്ധമായ പ്രയാസമുള്ളവർക്ക് മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും മൂത്രമൊഴിക്കണമെന്ന് തോന്നുക, അല്ലെങ്കിൽ ഒരു തുള്ളി മൂത്രം ഉറ്റിപ്പോവുക, വേദന വരിക, അല്ലെങ്കിൽ മറക്കിരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥത ഉണ്ടാകുക, ഇങ്ങനെയുള്ള മൂത്ര സംബന്ധമായ എല്ലാ പ്രയാസങ്ങൾക്കും ആണാവട്ടെ പെണ്ണാവട്ടെ ചെറുതിനും വലുതിനൊക്കെ അവർ സൂറത്തുൽ അന്നാമിന്റെ ആദ്യത്തെ 17 ആയത്ത്, അന്നാമിന്റെ ആദ്യത്തെ 17 ആയത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ മന്ത്രിക്കുക. എന്നിട്ട് അതെടുത്തു വെച്ച് രാവിലെ അത് വലത് കൈയിൽ പിടിച്ച് ഇടത് കൈയിൽ പിടിച്ച് വലത് കൈ ഇടത്തെ ഭാഗത്ത് അമർത്തി വെക്കുക. പ്രത്യേകം പറയുന്നത് ഓർമ്മ വേണം, റെക്കോർഡ് ചെയ്താൽ മതി. സ്പീഡിൽ പറയുന്നതുകൊണ്ട് ചിലപ്പം അത് ഗ്രഹിച്ചില്ല എന്ന് വരും. ഇടത് കൈയിൽ വെള്ളം പിടിക്കുക, വലത് കൈ ഇടത് ഭാഗത്ത് ചേർത്ത് വെക്കുക. എന്നിട്ട് ഈ പറയപ്പെട്ട അലം നശ്റഹ് സൂറത്ത് 7 പ്രാവശ്യം രാത്രിയിൽ മന്ത്രിച്ച അന്നാമിന്റെ അതേ വെള്ളത്തിൽ മന്ത്രിച്ച് വെറും വയറ്റി കുടിക്കുക. കുട്ടികൾക്ക് മറവിക്ക് അല്ലാതെ മറതിയുണ്ടെങ്കിൽ ചെറിയ മക്കൾക്ക് അവർക്ക് നാം സാധാരണ നാം ഉപയോഗിക്കുന്ന കറുത്ത മുന്തിരി, ജ്യൂസ് അടിക്കുന്നതല്ല, സാധാരണ ഡോക്ടർമാരൊക്കെ മരുന്ന് കടയിലൊക്കെ കിട്ടുന്ന കറുപ്പ് മുന്തിരിയാണ്. മഞ്ഞ മുന്തിരിയേക്കാളും നല്ലതാണ് കറുത്ത മുന്തിരി. ഈ കറുത്ത മുന്തിരി തേനിലിടുക. എന്നിട്ട് അതിൽ സനുഖ്രിഉക ഫലാ തൻസ 41 പ്രാവശ്യം തേൻ കലർത്തി മന്ത്രിക്കുക. 7 എണ്ണം വീതം വെറും വയറ്റിൽ കുട്ടികൾക്ക് കൊടുക്കുക. വളരെ നല്ല ഓർമ്മശക്തി കിട്ടും. അതുപോലെ വയറ് സംബന്ധമായ രോഗങ്ങൾക്ക്, വയറ്റിന്റെ അകത്ത് വേദന വരിക, അതല്ലെങ്കിൽ വയറിൽ അസ്വസ്ഥത ഉണ്ടാകുക, ദഹനക്കുറവ് വരിക, ഗ്യാസ് ട്രബിൾ ഉണ്ടാകുക, ഇങ്ങനെ വയറ് സംബന്ധമായ രോഗങ്ങൾക്കെല്ലാം പറ്റും മണിക്കുന്തിരിക്കം വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കുക. പ്രത്യേകം മന്ത്രിക്കേണ്ട ആവശ്യമില്ല അതിൽ. മണിക്കുന്തിരിക്കം, പിന്നെ കരിഞ്ചീരകം പൊടിച്ച് തേനിലിട്ട് ഫസയക്ഫീകഹുമുല്ലാഹു എന്ന് തുടങ്ങുന്ന ആയത്ത് നഹ്നു ലഹു ആബിദു വരെ സൂറത്തുൽ ബഖറ. ഫസയക്ഫീകഹുമുല്ലാഹു വഹുവ സമീഉൽ അലീം സിബഗത്തല്ലാഹി വ അഹ്സന മിനല്ലാഹി സിബഗത്തൻ നഹ്നു ലഹു ആബിദു 156. അതത് തെറ്റരുത്, എണ്ണം തെറ്റരുത്, കൃത്യമായിട്ട് വേണം. ഇത് വാപ്പയിൽ നിന്നും അതുപോലത്തെ പ്രധാനപ്പെട്ടവരിൽ നിന്നും കിട്ടിയ ഇജാസിയത്താണ്. അതിന്റെ അതതും അതേ പ്രകാരം പാലിക്കണം. ഇത് രാത്രിയിൽ മന്ത്രിച്ച് 1 സ്പൂണ് കഴിക്കുക, പ്രത്യേകം ഓർമ്മ വേണം. അതുപോലെ കുറച്ച് വലിയ മുത്തല്ലിമീങ്ങളോ അല്ലെങ്കിൽ +2 +1 ഒക്കെ കുട്ടികൾ, അത്രയും കുറച്ച് പ്രായമുള്ളവര് അവർ പ്രധാനമായിട്ട് ചൊല്ലാൻ എല്ലാ സമയത്തും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ ലാ യുൻസാ. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചൊല്ലി മുത്തുനബി ആമീൻ പറഞ്ഞു. എന്താ അബൂ ഹുറൈറ താങ്കൾ പറഞ്ഞത്? എനിക്ക് മറതി വല്ലാതുണ്ട് നബിയെ, മറവില്ലാത്ത ഹൃദയം. ഞാൻ അങ്ങനെ ആവട്ടെ, ആമീൻ തങ്ങൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞത് കാരണം മുത്തുനബി തങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള സഹാബത്ത് പറഞ്ഞതിനേക്കാളും കൂടുതൽ ഹദീസ് അബൂ ഹുറൈറ റിവായത്ത് ചെയ്തു. എന്താ കാരണം? മറവിയില്ലാത്ത ഹൃദയമുണ്ടായി. ആയതുകൊണ്ട് തന്നെ യുവ കുട്ടികൾ അത് പ്രത്യേകം ചൊല്ലാൻ ശ്രമിക്കുക. അതുപോലെ ഇബാദത്തിലുള്ള മടി മാറിക്കിട്ടാൻ ഇബാദത്ത് ചെയ്യണമെന്നുണ്ട്, പക്ഷെ മടി വരികയാണ്, ടെസ്റ്റിലുണ്ടാവുകയാണ്, വേണ്ടത്ര ഉത്സാഹം കിട്ടുന്നില്ലെങ്കിൽ യാ ഹയ്യ യാ ഖയ്യൂം യാ ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം അഹ്യ ഖൽബി ബിനൂരി മഅരിഫതിക യാ അല്ലാഹ് യാ അല്ലാഹ് യാ അല്ലാഹ്. ഈ ദിക്ർ 41 പ്രാവശ്യം ചൊല്ലുക. സുബഹിന്റെ ശേഷം, അസ്റിന്റെ ശേഷം, മഗ്രിബിന്റെ മുമ്പായിട്ട്. അതാണ് അതിന്റെ വഖ്ത്. പ്രത്യേകം ഓർമ്മ വേണം. അതുപോലെ മാറാതെ തലവേദന ഉള്ളവർക്ക് പ്രത്യേകം മുജറബാത്തിലൊക്കെ പറഞ്ഞതാണ്, പരീക്ഷിച്ചു നോക്കാം. ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചു, പെരുത്ത് മരുന്ന് കഴിച്ചു, എന്നിട്ടും മാറ്റമില്ലാത്തവർക്ക് പുതിയ ഇരുമ്പിന്റെ ആണിയിൽ ഇതിനെ മുജറബാത്തിൽ പറയുന്ന അക്ഷരങ്ങൾ 70 പ്രാവശ്യം പറയുക. എന്നിട്ട് ഈ ആണിന്റെ അകത്തേക്ക് ഊതുക. എന്നിട്ട് ആ ഒരാണി എടുത്ത് 7 പ്രാവശ്യം ഒന്ന് കീൽ വെറുതെ വരക്കുക. അമർത്തി വരക്കണ്ട, വെറുതെ ഇങ്ങനെ വരക്കും പോലെ ചെയ്താൽ മതി. അക്ഷരം ഇങ്ങനെ എഴുതിയിടുക 7 പ്രാവശ്യം. ഇങ്ങനെ സ്ഥിരമായിട്ട് ചുരുങ്ങിയത് 70 ദിവസമെങ്കിലും ചെയ്യണം. എത്ര പഴകിയ തലവേദനയാണെങ്കിലും പോയി കിട്ടും. വളരെ നല്ല ഫായിദയുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പ്രത്യേകം കടം കൊണ്ട് വിഷമിച്ചവൻ, വല്ലാതെ കടമുണ്ട്, അവന് സലാമത്തായി കിട്ടണം. അവൻ സൂറത്തു തഹരീമിനെ സുബഹിന്റെ ശേഷവും സൂറത്തുൽ വാഖിയ മഗ്രിബിന്റെ ശേഷവും 90 ദിവസം തുടർച്ചയാക്കുക.
വളരെ ഫായിദയുണ്ട്. ഓതാൻ പറ്റാത്ത സഹോദരിമാർ 90 ദിവസം കണ്ടിന്യൂ ആക്കാൻ പറ്റാതെ അവർക്ക് അതിൻ്റെ ഇടയിൽ അശുദ്ധി വന്നാൽ അത്തഹിയാത്തിലുള്ള സ്വലാത്ത്, ഇബ്രാഹിമി സ്വലാത്ത് 33 പ്രാവശ്യം പറഞ്ഞ് പിന്നീട് കളാ വീട്ടിയാൽ മതി. പ്രത്യേകം ഓർമ്മ വേണം. അതുപോലെ തന്നെ ഇത് പ്രത്യേകം ഓർമ്മിക്കാനാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അതുപോലെ ഉപ്പ് കൊണ്ട് ഭക്ഷണം ആരംഭിക്കുക. 70ഓളം രോഗങ്ങൾക്ക് ശിഫാവുണ്ട്. ഭക്ഷണം ഉപ്പിൽ ആരംഭിക്കുക. ഭക്ഷണത്തിന്റെ ശേഷം രണ്ട് കൈയും കഴുകുക. കൈ കഴുകിയതിന്റെ ശേഷം അതിന്റെ മുമ്പായിട്ട് കൈയിന്റെ വിരൽ കീമ്പുകയാണെങ്കിൽ 90 രോഗങ്ങൾക്ക് ശിഫാവുണ്ട്. ഇതൊക്കെ മുത്തനബിതങ്ങൾ പഠിപ്പിച്ച കാര്യമാണ്. അതുപോലെ കൈ കഴുകിയതിന്റെ ശേഷം ആ കൈ തോർത്തുന്നതിന്റെ മുമ്പായിട്ട് നല്ലപോലെ കൈ വൃത്തിയാക്കിയതിന്റെ ശേഷം മുഖത്തെ കുരക്കുകയാണെങ്കിൽ കുരു, കല, പാട് തുടങ്ങിയവർക്ക് ശമനം കിട്ടും. മുഖത്തിനുള്ള കുരു, കല, പാടൊക്കെ പോയി കിട്ടും. അതുപോലെ മൂത്രത്ത് തുപ്പുക, മറവി ഉണ്ടാകും. മൂത്രത്ത് തുപ്പുന്ന കുട്ടികള്, യുവാക്കള്, സ്ത്രീകള് ഇതൊക്കെ ഉണ്ടെങ്കിൽ മൂത്രത്ത് തുപ്പൽ നിർത്തുക. ഇത്ര മരുന്ന് കുടിച്ചാലും ശരിയാവില്ല. കാരണം മറവി വന്നുകൊണ്ടേയിരിക്കും. കറുത്ത ചെരുപ്പ് സ്ഥിരമാക്കുക. മാനസിക പ്രയാസമുണ്ടാകും. ഖബറിന്റെ മുകളിൽ നമ്മളറിയാം, നമ്മളെ ഈ മൈതാനിൽ ഒരുപാട് ഖബറിന്റെ മുകളിൽ പേരുണ്ട്. ആവശ്യമില്ലെങ്കിൽ വായിക്കാതിരിക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് നോക്കുന്നുണ്ട്, വിരോധമില്ല. സ്ഥിരം വായിച്ചുകൊണ്ടിരുന്നാൽ മറവി ഉണ്ടാവുകയും കണ്ണിന്റെ കാഴ്ചക്ക് കുറവ് സംഭവിക്കുകയും ചെയ്യും. അതൊക്കെ രേഖപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ വലയെടുക്കാത്ത വീട്, മണ്ണാമ്പലെടുക്കാത്ത വീട്, ദാരിദ്ര്യമുണ്ടാകും. ചെരുപ്പ് ഒരച്ച് നടക്കുക, ദാരിദ്ര്യം വരും. പൊട്ടിയ കണ്ണാടി സ്ഥിരം നോക്കുക, ദാരിദ്ര്യമുണ്ടാകും. ചൂല് മാച്ചിയുടെ ഈർക്കിൽ കൊണ്ട് പല്ലടയിൽ കുത്തുക, ദാരിദ്ര്യമുണ്ടാകും. ഉടുത്ത തുണിയിൽ മുഖം തോർത്തുക, ദാരിദ്ര്യം വരും. കുപ്പായം ഇട്ട നിലത്ത് തുന്നുക, ദേഹത്തിട്ടുകൊണ്ട് കുപ്പായത്തിന്റെ ബട്ടൺസ് പൊട്ടിയത് തുന്നുക, ദാരിദ്ര്യമുണ്ടാകും. ഇതൊക്കെ കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം, നമ്മളിത് സ്ഥിരം പ്രവർത്തിച്ചാൽ നമുക്കതുകൊണ്ട് പ്രയാസങ്ങൾ ഉണ്ടാവാം. ചാർച്ച് തുപ്പിയ കഫം അവശേഷിപ്പിക്കുക. ഒന്നുകിൽ കാലുകൊണ്ട് പരത്തിക്കളയുക, അല്ലെങ്കിൽ മണ്ണിട്ട് മൂടുക. രണ്ടും ശരിയാതെ നിലക്ക് ഉപേക്ഷിച്ചാൽ അതിന് ആഖിറത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യും. എന്തേ ഇങ്ങനെ നീ ചെയ്തു? മറ്റു കാര്യങ്ങൾക്ക് ചോദ്യം ചെയ്യപ്പെടുകയില്ലെങ്കിലും ചില പ്രയാസങ്ങൾ വരാം. അതുപോലെ മുടി, നഖം തുടങ്ങിയവ വീട്ടിന്റെ അകത്ത് നിന്ന് മുറിക്കുന്നു. നഖം മുറിക്കുന്ന വീട്ടിന്റെ അകത്തുനിന്നാണെങ്കിൽ അതിന്റെ നഖത്തിന്റെ പൊട്ട് തെറിച്ചുപോയി. അത് ഉറക്കിയെടുക്കാൻ കിട്ടിയില്ലെങ്കിൽ അത് കാരണം ആ വീട് ദാരിദ്ര്യമുണ്ടാവാം, പ്രയാസമുണ്ടാവാം. നഖത്തിന്റെ പൊട്ട് തെറിച്ച് പോയിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്തായാലും തെറിക്കും വീട്ടിന്റെ അകത്തുനിന്ന് മുറിക്കുമ്പോൾ. അപ്പൊ അതിനെന്ത് വേണം? ഒരു പേപ്പറോ മറ്റോ വരിച്ച് മുറിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് മുറിച്ചതിന്റെ ശേഷം ഇത് കുഴിച്ചു മൂടുക. തലമുടിയായാലും ഇപ്പൊ പ്രത്യേകം കുഴിച്ചു മൂടുകയല്ലാതെ ഇതിനെ വെള്ളത്തിലിട്ട് ഒഴുക്കുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് കളയുകയോ കത്തിച്ചു കളയുകയോ വേസ്റ്റ് കളയുന്നിടത്ത് കളയുകയോ ഒന്നും ചെയ്യരുത്. മുടിയായാലും നഖമായാലും അങ്ങനെ തന്നെ. ഉദാഹരണം നിങ്ങളങ്ങനെ ചെയ്യുന്നു എന്നല്ല, ചിലപ്പോൾ അങ്ങനെ ഉണ്ടായെങ്കിൽ അത് മാറ്റുക. നമ്മൾ ബാത്റൂമിൽ നിന്നാണ് നഖം വെട്ടുന്നു, അല്ലെങ്കിൽ തലമുടി ശരിയാക്കുന്നു, അല്ലെങ്കിൽ കക്ഷം വൃത്തിയാക്കുന്നു, അല്ലെങ്കിൽ ഗുഹ്യം വൃത്തിയാക്കുന്നു. ഇതൊക്കെ എളുപ്പത്തിന് വേണ്ടി നാം എന്ത് ചെയ്യും? ക്ലോസറ്റിലിട്ട് വെള്ളമൊഴിക്കും. അതും പറ്റുകയില്ല. ക്ലോസറ്റിലിട്ട് വെള്ളമൊഴിക്കാതെ ഇതിനെ ഒരു കുഴി കുഴിച്ചിട്ട് മൂടുക. ഞാൻ ചുരുക്കി പറയാൻ പോകുന്നു. അതുപോലെ ഉള്ളിത്തോലി കരിക്കുക. ഇതൊക്കെ കരിച്ചു കളയുന്ന വസ്തുവിൽ നിന്ന് എടുത്തു മാറ്റേണ്ടതാണ് ഇതെല്ലാം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ ഖുർആൻ ഓതാത്ത വീട് ബർക്കത്ത് കുറയും. നിസ്കാരം കളാക്കുന്ന വീട് ബർക്കത്ത് കുറയും. അതുപോലെ പെരുത്ത് കാര്യങ്ങളുണ്ട്. ഭാര്യാഭർത്താക്കൾ തമ്മിൽ ഷണ്ട ഉണ്ടാകും. ഏത് കാര്യം അവരുടെ മണി ഒരു വസ്ത്രത്തിൽ കൂടിച്ചേർന്നാൽ വേണ്ടത്ര സ്നേഹം വർദ്ധിക്കുകയില്ല. ഇതൊക്കെ പ്രത്യേകം ബഹുമാനപ്പെട്ട അലി ബിൻ അബീ താലിബ് തങ്ങളൊക്കെ ചരിത്രം എടുത്ത് വായിച്ചാൽ കാണും. ഒരുപാട് കാര്യങ്ങൾ അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ ദുആന്റെ മജ്‌ലിസ്, ഹദ്ദാദ്, മൗലൂദ്, കുതുബിയത്ത്, റാത്തീബ് ഏത് ചെല്ലിയാലും അത് ചെല്ലുമ്പം ഒരു പാത്രത്തിൽ അരിയും ഉപ്പും വെച്ച് ദുആ ചെയ്യുക വീട്ടിന്റെ അകത്ത്. അതിന്റെ ശേഷം അത് നമ്മൾ ഉപയോഗിക്കുന്നതിലേക്ക് കലർത്തുക. വലിയ ബർക്കത്താണ്. അതുപോലെ സഹോദരിമാർക്ക് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ദിക്ർ. ഗർഭിണിയാണെങ്കിൽ അവളെ ഫസ്റ്റ് മുതൽ ചൊല്ലി അവളെ പ്രസവ വേദന കിട്ടുന്നവരെ ചെല്ലുക. ദസ്തമാംശക്കത്ത് സൂറത്ത് ഓതുക. പ്രസവത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുകയില്ല. ഇത് അവളെ വയറിന്റെ മുകളിൽ വെച്ച് ഓതുകയാണെങ്കിൽ എടുത്തു മഹാന്മാർ പറഞ്ഞതാണ്. ഈ പറയപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇനിയും ഒരു അനവധി കാര്യങ്ങളുണ്ട്. സമയക്കുറവാണ്.